അവരുടെ ആസ്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും, നിങ്ങൾക്ക് പറ്റണ ഒരു ഓഫർ അല്ല സാറ് ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ കൂടുതൽ തെളിവുകൾ. രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് 18. 30 ലക്ഷം അഡ്വാൻസ് നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയല്ലെന്ന് വിജിലൻസ് SP. മുൻകൂർ ജാമ്യം തേടി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ. സംസ്ഥാന കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റും. മാറ്റം വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്ന് ഹൈക്കമാൻഡ്. പാട്ടിലൂടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചത് റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. മോദിയെ കപട ദേശീയവാദി എന്ന് വിളിച്ചെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്ന് അധിക്ഷേപിച്ചെന്നും പരാതി. വേടനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് പാലക്കാട് BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ. പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയേറുന്നു. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി. ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും. വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. വെള്ളം ഇനിയും തടഞ്ഞാൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്ന് പാക് സൈനിക വക്താവ്.